ഹലോ, അസ്സാം വലൈക്കും. നമ്മൾ ചെറിയൊരു ഹാഫ് ഡേ മൈ ലൈഫ് ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. ഉച്ചയ്ക്ക് ശേഷം തൊട്ട് രാത്രി വരെയുള്ള ചെറിയ ചെറിയ വിശേഷങ്ങളാണ് കേട്ടോ അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ഏഴാമത്തെ നോമ്പാണ് കേട്ടോ. ഏഴാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പം നമ്മളിന്ന് പത്തിരിയും ചിക്കൻ കറിയാണ് റെഡിയാക്കുന്നത്. അപ്പം നമ്മൾ നോമ്പ് വന്നിട്ട് ആദ്യമായിട്ടാണ് പത്തിരിയും ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. നാട്ടിലാകുമ്പോൾ നമ്മൾ ആദ്യത്തെ പത്തിൽ മുഴുവൻ പത്തിരിയും ചിക്കനോ ബീഫൊക്കെ ആയിരിക്കില്ല ഉണ്ടാക്കുക. അപ്പോൾ നമ്മളിപ്പോൾ രണ്ടാമത്തെ പത്ത് ആവാനാകുമ്പോഴാണ് പത്തിരിയും ചിക്കൻ കറിയൊക്കെ റെഡിയാക്കുന്നത്. അപ്പോൾ പത്തിരിക്കുള്ള പൊടി അവിടെ വാട്ടി വെച്ചിട്ടുണ്ട്. നമുക്കത് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ പത്തിരിയും ചിക്കൻ കറിയും എല്ലാവർക്കും നല്ല ഇഷ്ടമായിരിക്കും അല്ലേ. അപ്പോൾ ഈ പ്രവാസികളൊക്കെ ജോലിക്ക് പോകണോലൊക്കെ പത്തിരിയും ചിക്കൻ കറിയൊക്കെ അവർക്ക് ചിലർ കൊടുത്തയക്കാറുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. ഇവിടെ പത്തിരിയും ചിക്കൻ കറിയൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കലുണ്ട്. പത്തിരി നല്ല ടേസ്റ്റിൽ നല്ല രീതിയിൽ കഴിക്കണം എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നന്നായി കുഴച്ച് സോഫ്റ്റ് ആക്കി എടുക്കണം അല്ലേ. അപ്പം പണ്ടൊക്കെ എനിക്ക് ഇത് കുഴക്കണമൊക്കെ ഭയങ്കര ദേഷ്യമായിരുന്നു കേട്ടോ. കുറേ സമയം നോമ്പ് നോറ്റ് കുറേ സമയം ഇങ്ങനെ കുഴച്ചെടുക്കാൻ എനിക്ക് ദേഷ്യമായിന്. ഇപ്പോൾ പിന്നെ ഒക്കെ ശീലമായി. അപ്പോൾ നമ്മൾ പത്തിരി പരത്തിയിട്ടാണ് എടുക്കുന്നത്. ചില ഭാഗത്തൊന്നും ഈ പരത്തുന്ന പരിപാടി ഇല്ലാന്ന് തോന്നുന്നു. നമ്മുടെ അവിടെയൊക്കെ പരത്തിയിട്ട് തന്നെ ചുട്ടെടുക്കൽ, ചില ഭാഗത്തൊന്നും ഇല്ല എന്നാ കേൾക്കല്. അപ്പോൾ പത്തിരിപ്പണി ഏകദേശം അവിടെ കഴിയാറായി. അപ്പോൾ നമുക്കിന്ന് ഏഴാമത്തെ നോമ്പാണ്. നാട്ടിൽ ആറാമത്തെ നോമ്പായിരിക്കില്ല എന്ന്. അപ്പോൾ നമ്മൾ പത്തിരിപ്പണി അവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ചുട്ടെടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്, ചുട്ടിട്ടില്ല. അപ്പോൾ ഞാൻ കറി ഒന്ന് റെഡിയാക്കാമെന്ന് കരുതി. അപ്പോൾ ചിക്കൻ കറി വറുത്തരച്ചിട്ടാണ് വെക്കുന്നത്. അപ്പോൾ അതിനുള്ള ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഒന്നും ഡീറ്റെയിൽഡ് ആയിട്ട് പറയണില്ല, എല്ലാവർക്കും അറിയായിരിക്കും. പൊതുവേ നമ്മൾ സാധാ ചിക്കൻ കറി വെക്കണ പോലെ തന്നെയാണ്. പിന്നെ കുറച്ച് തേങ്ങ വറുത്തരക്കുന്നു ഉള്ളൂ. അപ്പോൾ കറിവേപ്പിൻ്റെ ഇല എടുത്തു വെച്ചതൊക്കെ കഴിഞ്ഞിരുന്നു. അപ്പോൾ കൊടുന്നിട്ടുള്ളൂ. അപ്പം കറിവേപ്പിൻ്റെ ഇല എന്ന് തന്നെ തോന്നുന്നു പറയും. നമ്മുടെ മലപ്പുറം ജില്ലയിൽ കറിവേപ്പിൻ്റെ ഇല വേപ്പിൻ്റെ ഇല എന്നൊക്കെ പറയും. മറ്റുള്ള ജില്ലയിൽ എന്താ പറയുന്നത് എനിക്കറിയില്ല. അപ്പോൾ വേപ്പിൻ്റെ ഇല ഇവിടെ ഇങ്ങനെയാണ് കിട്ടുക. ഇവിടെ ചില ഭാഗത്തൊക്കെ ഇതിൻ്റെ തയ്യന്മാരൊക്കെ ഉണ്ട് തോന്നണം. അപ്പോൾ ഞാനത് നന്നായി കഴുകിയിട്ട് ഡ്രൈ ആക്കിയിട്ട് പിന്നെ കുപ്പിയിലിട്ട് കാണ്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുക ചെയ്യൽ. നമുക്ക് കറി റെഡിയാക്കാം. അപ്പോൾ ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചു, ഉള്ളി ഇട്ടു, കറിവേപ്പിൻ്റെ ഇല ഇട്ടു, ഉപ്പിട്ടു, എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുത്തു. പിന്നെ നമ്മൾ തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒക്കെ ഇട്ട് നന്നായി വഴറ്റിയെടുത്തിട്ട് പിന്നെ പൊടികളൊക്കെ ഇട്ട് അതും അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് വാടിയിട്ട് പിന്നെ ചിക്കൻ ഇട്ടിട്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് 2 വിസിലിന് വേവിക്കും. അപ്പോൾ സാധാരണ വെക്കുന്ന രീതിയിൽ തന്നെ ഞാനും വെക്കാറ്. അപ്പം ഇന്ന് പത്തിരിപ്പണിയൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ കിച്ചണിൽ കയറിയിരുന്നു. അല്ലെങ്കിൽ ഞാൻ ഉച്ചക്ക് നിസ്കാരത്തിനൊക്കെ ശേഷമാണ് ഞാൻ കയറാറ്. ഒന്ന് പത്തിരിപ്പണിയൊക്കെ ഉണ്ടല്ലോ എന്ന് കരുതി കുറച്ച് നേരത്തെ കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്കുള്ള തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഞാൻ എടുത്ത പാന് കുറച്ച് ചെറുതായി പോയി. ഞാൻ എന്തെടുത്താലും അങ്ങനെയാണ്. കുറേ സാധനങ്ങൾ ആകുമ്പോൾ ഞാൻ അതിന് ചെറിയ പാൻ എടുക്കും. കുറച്ച് സാധനം ഉള്ളെങ്കിൽ ഞാൻ അതിന് വലിയ പാൻ എടുക്കും. അത് എന്താ എനിക്കറിയില്ല, ഞാൻ എപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ചെറിയ പാൻ എടുത്തുകൊണ്ട് കുറേ താഴെയൊക്കെ പോയി. പിന്നെ സാവധാനമൊക്കെ ഇളക്കി ലാസ്റ്റ് അത് വറുത്തെടുത്ത് ഇനി ആ ചൂടാറിയതിന് ശേഷം നമ്മൾ അത് അരച്ചെടുക്കുകയാണ്. അപ്പോൾ അരച്ചെടുക്കുമ്പോൾ കുറച്ച് വെള്ളം കൂട്ടിയാണ് അരച്ചെടുക്കുന്നത്. അപ്പത്തിന് നമ്മുടെ ചിക്കൻ കറിയൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അരപ്പതിക്ക് ഒഴിച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം.
അപ്പോൾ ഇതാ നമ്മുടെ കറിയൊക്കെ നന്നായി തിളച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് തൂമിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ ആ കറി ഒന്ന് തൂമിച്ചെടുക്കുകയാണ്. തൂമിച്ചെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാണ്ടോയെന്ന് അറിയില്ല. ചില ഭാഗത്ത് താളിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ഭാഗത്തൊക്കെ നമ്മൾ തൂമിച്ചെന്നൊക്കെ പറയാറ്. അപ്പോൾ കറി അവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് പത്തിരി ഒന്ന് ചുട്ടെടുക്കാം. ഇപ്പോൾ നെയ്സ് പത്തിരി നല്ല നെയ്സായിട്ട് പരത്തിയെടുത്താൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. കട്ടി കൂടിപ്പോയാൽ കഴിക്കാൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഈ പത്തിരി. അപ്പോൾ നമ്മുടെ പത്തിരി അവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സമൂസ റെഡിയാക്കാണ്ടായിരുന്നു. അപ്പോൾ സമൂസക്ക് പണിയൊന്നുമില്ല. തലേ ദിവസം ഉണ്ടാക്കിയ കുറച്ച് അതിൻ്റെ ഫില്ലിങ് കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ അത് ഈ ഓലയ്ക്കൊന്ന് നിറച്ച് കൊടുത്താൽ മതി. സമൂസ കഴിക്കുമ്പോൾ ആ ക്രിസ്പിയിൽ കഴിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കേട്ടോ. പക്ഷെ സാധാരണ നമ്മൾ നോമ്പിനൊക്കെ ഉണ്ടാക്കുമ്പോൾ നോമ്പ് തുറക്കാനാകുമ്പോഴത്തേനും അതിൻ്റെ ചൂടൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തലേ ദിവസം കുറച്ച് ചിക്കൻ അവിടെ മസാല കൂട്ടി ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു. അപ്പോഴത്തേന് നമ്മുടെ ഗ്യാസൊക്കെ ഒരു വിധമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുക. ഇതിന് കുക്കിംഗ് ഒന്നുമില്ല. പിന്നെ ഞാൻ പത്തിരി കഴിക്കാൻ നേരത്ത് കുറച്ച് ചായ ഉണ്ടാക്കാനുള്ളൂ. പിന്നെ അതൊന്നും വലിയ പണിയല്ലല്ലോ, വൃത്തിയേടാകണ പണിയല്ലല്ലോ എന്ന് കരുതിയപ്പോൾ ഗ്യാസൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ്. എന്നിട്ട് പിന്നെ കുറച്ച് വെള്ളം ഉണ്ടാക്കാണ്ട് നോമ്പ് തുറക്കുമ്പോൾ കുടിക്കാനുള്ള. അപ്പം നമ്മൾ റൂഹബ്സയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ദാഹത്തിന് നല്ലതാണ് റൂഹബ്സ എന്ന് പറയണത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതും അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൂട്ട്സൊക്കെ ഒന്ന് ചെത്തിയെടുക്കാം. ഫ്രൂട്ട്സ് ഒന്ന് മാങ്ങയും കുറച്ച് പേരക്കയും കിട്ടിയിരുന്നു. അപ്പോൾ അത് രണ്ടൊന്ന് എടുത്ത് വെക്കാമെന്ന് കരുതി. അപ്പോൾ അതാ നമ്മുടെ ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ബാങ്ക് കൊടുക്കാൻ ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒക്കെ റെഡിയാക്കി എടുത്ത് വെക്കാമെന്ന് കരുതി. അപ്പോൾ അതാ ബാങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഫ്രൂട്ട്സും സമോസയൊക്കെ കൂട്ടിപ്പോൾ നോമ്പ് തുറക്കുകയാണ്. പത്തിരിയൊക്കെ നമുക്ക് പിന്നെ നിസ്കാരം ഒത്തൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് കരുതി. അപ്പോൾ ഒന്നും നമ്മുടെ ആ ചോറ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്നും പറയണ നമുക്കെന്നും വാരിച്ചോറ് ഇവിടുന്ന് കിട്ടും, ഹദിയ കിട്ടും എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ എന്നും കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി അത് നമുക്ക് പെലച്ചൊക്കെ എടുക്കാമെന്ന് കരുതി. അപ്പോൾ പെലച്ചക്കൊന്നും ഉണ്ടാക്കാനൊന്നുമില്ല. പിന്നെ നമ്മൾ നിസ്കാരങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞ് പിന്നെ വീട്ടിലേക്കൊക്കെ ഒന്ന് വിളിച്ചു കുറച്ച് സമയം. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഒരു 10 മണി 10:30 ഒക്കെ ആയപ്പോഴാണ് നമ്മൾ പിന്നെ ചായ കുടിക്കണത്. അപ്പോൾ ചായയൊക്കെ റെഡിയാക്കി നമ്മൾ പത്തിരിയും ചിക്കൻ കറിയും ഒക്കെ കഴിക്കുകയാണ്. പിന്നെന്താ, പിന്നെ കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ നമ്മൾ പുലർച്ചൊക്കെ ഉണ്ടോ കിടക്കാറൊക്കെ, സുബൈസ്കാരൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ കിടക്കാറ്. രാത്രി കിടക്കാറില്ല. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് പിന്നെ കുറച്ച് സമയം വർത്താനം ഒക്കെ പറഞ്ഞിരിക്കും. പിന്നെ ഹസ്ബൻഡിന് ഓട്ടമൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ വരാൻ കുറേ വൈകും. അപ്പോൾ പിന്നെ കിടക്കാറില്ല. പിന്നെ നമ്മൾ സുബൈക്കാണ് കിടക്കാറ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും. ബൈ.